ഹായ് ഫ്രണ്ട്സ്, ആഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരമ്പരാഗതമായിട്ട് എങ്ങനെയാണ് ബോഡോ മിശ്രിതം നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമുക്ക് ബോഡോ മിശ്രിതം നിർമ്മിക്കാനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് കക്ക നീറ്റി ചുണ്ണാമ്പാക്കിയും അതേപോലെ തന്നെ നമുക്ക് പൗഡർ ഫോമിലുള്ള ഹൈഡ്രേറ്റഡ് ലൈം മേടിച്ചും നമുക്ക് ബോഡോ മിശ്രിതം നിർമ്മിക്കാൻ കഴിയും. എന്നാൽ നമ്മളിന്ന് കക്ക നീറ്റിയുള്ള രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ബോഡോ മിശ്രിതം കൂടുതലായിട്ട് നമ്മൾ അഴുകൽ പോലുള്ള രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ്. വലിയ അറസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെടിക്ക് നല്ലൊരു ഹെൽത്തോടു കൂടി ചെടി നിൽക്കാനായിട്ട് നമുക്ക് ബോഡോ മിശ്രിതം ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ അതിനായിട്ട് കക്ക എടുത്തിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി കക്ക കിട്ടാത്തതുകൊണ്ട് ഒരു നല്ല ക്വാളിറ്റി കക്ക നമ്മൾ വേണം നമുക്ക് ബോഡോ മിശ്രിതം നിർമ്മിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കക്ക മേടിച്ച് അത് നമ്മളൊരു ചെറിയ അരപ്പിക്കകത്തിട്ട് അരിച്ച് അതിലെ വേസ്റ്റുകളെല്ലാം പെറുക്കി നല്ല ചിപ്പി മാത്രം എടുത്ത് 2 കിലോ തൂക്കി എടുക്കുകയാണെങ്കിൽ 2 കിലോ അല്ല 2.25 കിലോ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണ് നമ്മൾ പെറുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ചില കക്കകളുണ്ട് കറുപ്പ് കളറുള്ളതുണ്ട്, എന്നാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള കക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ബോഡോക്ക് തയ്യാറാക്കാനുള്ള ടൈപ്പ് കക്ക ഒന്നും നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആകുന്നില്ല. അതാണ് ഒരു ചെറിയ പ്രശ്നം. നമ്മൾ ഈ കക്ക നീറ്റി ബോഡോ മിശ്രിതം ഉണ്ടാക്കാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കൂടുതലും ഹൈഡ്രേറ്റഡ് ലൈമിലോട്ട് പോകുന്നതിന് കാരണം. അപ്പോൾ കക്ക നീറ്റി ക്വാളിറ്റി ഇല്ലാത്ത കക്ക നീറ്റി നമ്മൾ ബോഡോ മിശ്രിതം തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മോട്ടർ വെച്ച് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫുഡ് വാല്യൂലോട്ട് വേസ്റ്റിലാണ് പിടിച്ചിട്ട് ഇത് പമ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മളിതൊന്ന് പൗഡർ ഫോമിലോ അല്ലെങ്കിൽ ഇതുപോലെ അരിച്ച് ക്ലീൻ ചെയ്തിട്ടോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അരിച്ച് കഴിഞ്ഞപ്പോൾ വേസ്റ്റ് ഉണ്ട്, ഇതിനകത്ത് നല്ല രീതിയിൽ ഡോളമേറ്റും ഉണ്ട്, പൊട്ടിയ കക്കകളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ തൂക്കിയെടുക്കുകയാണ്. എപ്പോഴും നമുക്ക് ബോഡോ മിശ്രിതം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ബോഡോ മിശ്രിതം കിട്ടണമെങ്കിൽ നമുക്ക് നല്ല അതായത് നമ്മൾ ബോഡോ മിശ്രിതം നിർമ്മിക്കാനുള്ള ടൈപ്പ് കക്കകൾ കിട്ടി അത് നല്ലപോലെ നീറ്റിയെടുത്ത് ചുണ്ണാമ്പായിട്ട് തന്നെ നമ്മൾ ബോഡോ മിശ്രിതം നിർമ്മിക്കുമ്പോഴാണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ശൈലി ബോഡോ മിശ്രിതം നിർമ്മിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഒറിജിനലായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. നമ്മളിപ്പം എല്ലാവരും കൂടുതൽ ബാരലടിക്കേണ്ടി വരുന്നു, പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്യാനായിട്ട് നീറ്റാനുള്ള ബുദ്ധിമുട്ട്, സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർ ഹൈഡ്രേറ്റഡ് ലൈം പോലുള്ള പ്രൊഡക്റ്റുകൾ മേടിച്ച് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൈഡ്രേറ്റഡ് ലൈമിന് റിസൾട്ടില്ല, അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ചുണ്ണാമ്പ് നീറ്റി കക്ക നീറ്റി ചുണ്ണാമ്പാക്കി ഉപയോഗിക്കുന്നത് അല്പം കൂടെ റിസൾട്ടിന് മുന്നോട്ടും പിന്നെ ചെടിയിൽ പിടിച്ച് നിൽക്കാനുള്ള ടെൻഡൻസി കൂടുതലും ഈ നമ്മൾ ചുണ്ണാമ്പായിട്ട് നിർമ്മിച്ച് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന തുരിശെന്ന് പറയുന്നത് പരീക്കിൻ്റെ ആണ്, കോപ്പർ സൾഫേറ്റ് പരീക്കിൻ്റെ തുരിശാണ് എടുത്തിരിക്കുന്നത്. പൗഡർ ഫോമിലുള്ള തുരിശാണ്. കല്ല് തുരിശുകളാണെങ്കിൽ നമ്മൾ തലേന്ന് വെള്ളത്തിലൊക്കെ കെട്ടി തുണിയിൽ കെട്ടി തൂക്കിയിട്ട് അലിയിപ്പിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ പൗഡർ ഫോം ആയതുകൊണ്ട് നമുക്ക് പിന്നെ അല്പനേരം വെള്ളത്തിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്കത് അലിഞ്ഞ് കിട്ടും. കോപ്പർ സൾഫേറ്റ് 98% അതിനകത്ത്. അതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 460 MRP പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട്. 350 രൂപ ഉള്ളൂ ഇപ്പോൾ മാർക്കറ്റ് വില. അപ്പോൾ നമ്മൾ 2 കിലോ തുരിശ് 200 ലിറ്ററിനുള്ള ബോഡോ മിശ്രിതമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് 2 കിലോ തുരിശും ഒരു 2.25 കിലോ കക്കായാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെ നമ്മൾ നീറ്റിയാലും കുറച്ച് വേസ്റ്റ് വരും. നമുക്ക് അതിന് എത്രത്തോളം വേസ്റ്റ് വരുന്നുണ്ട് നമുക്ക് അവസാന ഒരു വീഡിയോയിൽ നോക്കാം, അവസാന ഭാഗത്ത് നോക്കാം. നമ്മളിത് രണ്ടും കൂടെ ആദ്യം തുരിശ് കലക്കി വെക്കാം. അല്പം നേരം ഒരു കുറച്ച് സമയം എടുക്കും തുരിശൊന്ന് കലങ്ങി മിക്സായി വരാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തുരിശ് കലക്കി വെച്ചതിന് ശേഷം നമുക്ക് കക്ക നീട്ടാം. കക്ക നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. 10 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ തുരിശ് കലക്കുന്നത്. 10 ലിറ്റർ വെള്ളത്തിൽ 2 കിലോ തുരിശ് കലക്കി വെച്ചിരിക്കുകയാണ്. പൗഡർ ഫോം ആയതുകൊണ്ട് തന്നെ അല്പം പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞ് കിട്ടും. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല സ്പീഡിൽ ഇളക്കി എടുക്കുകയാണെങ്കിൽ അലിഞ്ഞ് കിട്ടാറുണ്ട് തുരിശ. ഇപ്പം തന്നെ കണ്ടോ നല്ല നീല കളറിലോട്ട് വെള്ളം മാറിയിട്ടുണ്ട്, അത്യാവശ്യം അലിഞ്ഞു ചേർന്നു. നമുക്ക് അപ്പം കക്ക നീറ്റുന്ന പരിപാടിയിലോട്ട് കിടക്കാം. നമ്മൾ കക്ക എപ്പോഴും നീറ്റുമ്പോൾ ചൂടുവെള്ളമാണ് ഏറ്റവും ബെറ്റർ. കക്ക നീറി കിട്ടാനായിട്ട് നല്ല രീതിയിൽ ചുണ്ണാമ്പായി കിട്ടാനായിട്ട് നമുക്ക് ചൂടുവെള്ളമാണ് നല്ലത്. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം റെഡിയാക്കി കക്ക നീറ്റുന്ന പരിപാടിയിലോട്ട് കിടക്കാം. നമ്മൾ ചൂടുവെള്ളം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ തന്നെ വെച്ചാണ് നീട്ടുന്നത്. അത്യാവശ്യം പ്ലാസ്റ്റിക് ബക്കറ്റിൽ വെച്ച് കക്ക നീറ്റിയാലും ബക്കറ്റിനൊന്നും സംഭവിക്കുന്നതല്ല. അപ്പോൾ നമ്മളൊരു എന്താ പറയുക
കക്ക മുങ്ങി വരുന്നിടത്തോളം 2.25 കിലോ കക്ക മുങ്ങി വരുന്നിടത്തോളം വെള്ളം, ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്തോട്ട്. 5 ലിറ്റർ വെള്ളത്തോളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ചൂടുവെള്ളം, നല്ല ചൂടുള്ള വെള്ളമാണ്. പെട്ടെന്ന് തന്നെ നമുക്കതറിയാം, അതിനകത്ത് റിയാക്ഷൻ നടക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അത് നല്ല രീതിയിൽ തിളച്ച് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, ചുണ്ണാമ്പായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് ബക്കറ്റിലിട്ട് കക്ക നീറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യമുണ്ട്. നല്ല രീതിയിൽ ചൂട് പുറത്തോട്ട് വന്ന് ബക്കറ്റ് നല്ലപോലെ ചൂടാകും. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ചാണ് ഒഴിക്കുന്നതെങ്കിൽ നമ്മുടെ ബക്കറ്റ് ഉരുകി പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ബക്കറ്റ് നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ നിൽക്കണമെങ്കിൽ അല്പം വെള്ളം കൂടുതൽ ഒഴിക്കണം. ഈ ചുണ്ണാമ്പ് നമ്മൾ പ്രവർത്തിച്ച് വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞാൽ ബക്കറ്റ് ഉരുകി പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വെള്ളം അല്പം കൂടുതലാണെങ്കിൽ ചുണ്ണാമ്പായിട്ട് കലങ്ങി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോരം ചൂടായാലും ബക്കറ്റ് ഉരുകി പോയില്ല. അപ്പോൾ ആ കാര്യം നമ്മൾ കക്ക നീറ്റുന്നവർ ശ്രദ്ധിക്കണം. വെള്ളം കുറഞ്ഞു പോയാൽ ഉറപ്പായിട്ടും നമ്മുടെ ബക്കറ്റിന് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ട് തിളച്ച് പൊങ്ങി പതഞ്ഞ് അത്യാവശ്യം നല്ല പോലെ നീറുന്നുണ്ട്. ഇത്രത്തോളം നീറി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് കുറച്ചേ കാണുള്ളൂ എന്നാണ് അതിനർത്ഥം. അപ്പം എന്നാലും നമ്മളിത് നീറ്റ് ബോഡം ഉത്സവത്തിന് വേണ്ടിയുള്ള സ്പെഷ്യൽ കക്ക അല്ലാത്തതുകൊണ്ട് ഉറപ്പായിട്ടും കുറച്ച് വേസ്റ്റ് കാണും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഏകദേശം നമ്മുടെ ബോഡം മിശ്രിതത്തിന് ആവശ്യമായിട്ടുള്ള ചുണ്ണാമ്പ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മൾ തുരിശിലായനി ഇതിലോട്ട് ആഡ് ചെയ്ത് നമ്മുടെ ബോഡം മിശ്രിതം തയ്യാറാക്കാം. നമ്മൾ ഒന്ന് നല്ലപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ ചുണ്ണാമ്പ് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. എന്തായാലും അടിയിൽ കുറച്ച് കട്ടി ഇടിച്ചിരിക്കും. അത് നല്ലപോലെ ഒന്ന് മിക്സ് ആകാനായിട്ട് നല്ലപോലെ ഒരു കമ്പും കൊണ്ട് തന്നെ, ഇപ്പോൾ കൈയിട്ട് ഇളക്കാനൊന്നും പറ്റില്ല, നല്ല ചൂടിൽ നിൽക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ 200 ലിറ്റർ വെള്ളത്തിനകത്തോട്ട് നമ്മുടെ ചുണ്ണാമ്പ് ആദ്യം ചേർക്കുവാണ്. നല്ലപോലെ നീറിയിട്ടുണ്ട്. എന്തായാലും ഇപ്പം തന്നെ നല്ല ചൂടുണ്ട് ഓൾറെഡി. പിന്നെ 200 ലിറ്റർ വെള്ളത്തിലോട്ട് വരുമ്പോൾ നല്ലപോലെ ആറി സെറ്റായിക്കോളും. നമ്മൾ കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വേസ്റ്റ് ഇതുണ്ട്, അല്പം വേസ്റ്റ് അടിയിൽ അടിഞ്ഞിട്ടുണ്ട്. അത്രത്തോളം വേസ്റ്റ് വന്നിട്ട് ചെറിയ തോതിലുള്ള വേസ്റ്റേ വന്നിട്ടുള്ളൂ. അത് നമ്മൾ അതുപോലെ അരിച്ച് പെറുക്കിയൊക്കെ എടുത്തുകൊണ്ടാണ്. ശേഷം നമ്മൾ 200 ലിറ്റർ വെള്ളത്തിലോട്ട് ചുണ്ണാമ്പ് നല്ലപോലെ ഇളക്കി ചേർക്കുകയാണ്. നല്ല രീതിയിൽ നമ്മൾ ഈ ബോഡം മിശ്രിതം നിർമ്മിക്കുമ്പോൾ നമ്മൾ ഇരുമ്പ് പൈപ്പോ അങ്ങനെയുള്ള മെറ്റൽ ആയിട്ടുള്ള ഒന്നും ഉപയോഗിച്ച് ഇളക്കാതിരിക്കുക. നമുക്ക് ഇത്രയുമാണ് 2.25 കിലോയിൽ നമുക്ക് കിട്ടിയ വേസ്റ്റ് വന്നത്. ഇത്രയും കക്കകത്തൊന്ന് വേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇരുമ്പ് പോലുള്ള മെറ്റലുകളൊന്നും ഉപയോഗിച്ച് ഇളക്കാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ നല്ലൊരു കമ്പ് ഉപയോഗിച്ച് ഇളക്കുക. ഇതിനകത്തോട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചുണ്ണാമ്പ് ലായനിയിലോട്ട് നമ്മൾ തുരിശ് ലായനി നല്ലപോലെ ഇളക്കി ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡം മിശ്രിതം ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ 200 ലിറ്റർ വെള്ളത്തിനകത്തോട്ട് ആദ്യം 2.25 കിലോ ചുണ്ണാമ്പ്, കുമ്മായമായിട്ടല്ല നമ്മളെടുത്ത് ചുണ്ണാമ്പ് ഇളക്കി ചേർത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ 2 കിലോ തുരിശ് 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തുരിശ് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ തിരിച്ച് തുരിശ് വെള്ളത്തിലോട്ട് ചുണ്ണാമ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ മിക്സ് ആയില്ല, ഇതെപ്പോഴും പിരിഞ്ഞ് കിടക്കും. അതുകൊണ്ട് ബോഡം മിശ്രിതം നിർമ്മിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കുമ്മായ വെള്ളത്തിനകത്തോട്ട് അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളത്തിനകത്തോട്ട് തുരിശ് ആഡ് ചെയ്തേ ഉപയോഗിക്കാവുള്ളൂ. ഒരു കാരണവശാലും തിരിച്ച് ചെയ്യരുത്, അത് കറക്റ്റായില്ല. അതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കി ചേർക്കുകയാണ്. നമ്മളെപ്പോഴും ബോഡം മിശ്രിതം ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം, എന്നാലേ ഉള്ളൂ. നമുക്കതിൻ്റെ ബോഡം മിശ്രിതത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ അത്യാവശ്യം നല്ല തേച്ച് മിനുക്കി ഒരു കത്തി ഒരു മിനിറ്റ് തൊട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് അതിനകത്തോട്ട് മുക്കി വെച്ച് നോക്കാം. അങ്ങനെ മുക്കി വെച്ച് നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല തേച്ച് മിനുക്കിയ കത്തിയായിരിക്കണം. അതിൻ്റെ ആ തിളങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിൽ ചെമ്പ് കളറാകുകയാണെങ്കിൽ ഇതിനകത്ത് ചെമ്പിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ കോപ്പർ സൾഫേറ്റിൻ്റെ അളവ് കൂടുതലാണെന്നാണ്. നമ്മൾ വലിയ കളർ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മിക്സ് കറക്റ്റാണെന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മുക്കി വെച്ചിട്ട് 2 മിനിറ്റോളമായി. ഇങ്ങനെ മുക്കി വെക്കുന്ന കത്തി നല്ലപോലെ വാഷ് ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ കത്തി തുരുമ്പിച്ച് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മുക്കി വെച്ച് നമുക്ക് എടുത്ത് നോക്കാം എന്തോരം ഉണ്ട് അതിൻ്റെ ചെമ്പിൻ്റെ ഇതെന്ന്.
അത്യാവശ്യം നമ്മുടെ ബോഡോ മിശ്രിതം നല്ല കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഇവിടെ ഒരു ചെമ്പ് കളർ കാണുന്നത് ആ കത്തി കാച്ചിൻ്റെ ഒരു കാച്ച് പദമാണ്. നമ്മൾ തേച്ച് മിനുക്കിയ ഭാഗത്ത് വലിയ ചെമ്പ് കളറൊന്നും പിടിച്ചിട്ടില്ല. ഈ കാണുന്നത് വേറെ നമ്മൾ വെട്ടിയ മരത്തിൻ്റെ കറയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ബോഡോ മിശ്രിതം നല്ല രീതിയിലായിട്ടാണ് വന്നത്. നമ്മൾ ബോഡോ മിശ്രിതത്തിൽ തുരിശ് കൂടുതലാണെങ്കിൽ ഈ മൂർച്ചയുള്ള വശങ്ങളിൽ ഒരു ചെമ്പ് കളർ കയറി വരും നല്ല രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട്. പിന്നെ ഇതിന് ലിറ്റ്മസ് പേപ്പറൊക്കെ വെച്ച് നമുക്ക് നോക്കാൻ പറ്റും. ഇങ്ങനെ മുക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറി വരുന്നത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ഇരുമ്പ് എന്തെങ്കിലും തേച്ച് മിനുക്കി ഇരുമ്പ് ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ നല്ല രീതിയിൽ ബോഡോ മിശ്രിതം ചെടിക്ക് അടിച്ചു കൊടുക്കുക. ഇല കയറ്റി കുളിപ്പിച്ച് അടിച്ച് നല്ല രീതിയിൽ ചെടിയിൽ അടിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട്. ബോഡോ മിശ്രിതം എപ്പോഴും ഒരു കോൺടാക്റ്റ് ഫംഗിസൈഡ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കൂടുതൽ. അപ്പം മഴക്കാലങ്ങളിൽ അഴുകൽ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ബോഡോ മിശ്രിതം ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ബോഡോ മിശ്രിതം തയ്യാറാക്കാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കെല്ലാം അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ നൽകുന്നതാണ്. ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കളും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി.